ഹായ് ഹലോ അസ്സലാമലൈക്കും. രാവിലെ 5:30 മണിക്ക് തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ. നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കാണ്ട് സിറ്റൗട്ടിക്കൊന്ന് വാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്യാണ്. ലിനുമോക്കൊന്ന് മദ്രസ ഉണ്ട്. അപ്പോൾ ഓക്ക് മദ്രസക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വേണം ഓളെ വിളിച്ചുണർത്താൻ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഓളെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട്. 6:30 മണിക്കാണ് ഓക്ക് ഓട്ടോറിക്ഷ വരിക. അപ്പോഴത്തേക്കും 6 മണിക്കാണ് ഞാൻ ഓളെ വിളിക്കുക. എന്നാലും 6:30 ആകുമ്പോഴത്തേനൊക്കെ കഴിയൂട്ടാ. ഓളെ പിന്നെ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റ വിളിക്കന്നെ ഓള് നീച്ചോളും. അപ്പോൾ ഓക്കുള്ള കാർഡ് എടുത്ത് വെച്ചിട്ടാണ് ചായ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടൈം ടേബിളൊക്കെ ഒന്ന് നോക്കി എടുത്തേക്കാണ്. രാത്രി ഇതിനൊന്നും നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ ടൈം ടേബിളൊക്കെ നോക്കി എടുത്ത് ചൊക്കെ റെഡിയാക്കിയിട്ടാട്ടോ ഓളെ വിളിക്കൽ. ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നിന്മോളെ വിളിച്ചേക്കണോ. ഓളെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടിയൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കൂല. അപ്പോൾ ബേക്കറിയും ചായയാണ് കൊടുക്കണത്. നേരത്തെ കാലത്ത് തന്നെ ഇവന് നീറ്റ് പോന്നിട്ടിന്ന്. ഒരുവിധം എന്നും അങ്ങനെ തന്നെ കേട്ടോ. അവൻ നേരത്തെ തന്നെ പോരും. ടുട്ടുവിന് പിന്നെ പാത്രമൊന്നുമില്ല. വണ്ടിമേൽ വെച്ച് കാണ്ടാണ് തിന്നണത്. ഔത്തുക്ക് കയറുന്നേ കണ്ടില്ലേ, നേരം വെളുക്കാനിടല്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങിക്കണ്ട്. അപ്പോൾ ഓനെ പിടിച്ച് ഔത്തേക്കാണ് കയറ്റിക്കാണ്ടതാ. ഞാനും ഒരു ഗ്ലാസ് ചായ കുടിച്ചട്ടെ. ഇത് കടി ഉണ്ടാക്കാനായിട്ട് നിൽക്കണേ. നമ്മൾ പുട്ടാണെന്ന് ഉണ്ടാക്കണത്. അപ്പോൾ പുട്ടുപൊടി എടുത്തേക്കണ്. ഞാനിങ്ങനെ ടിന്നിലാണ് കേട്ടോ എല്ലാം എടുത്ത് വെക്കൽ. ഞാനങ്ങനെ ഓരോരോ കുപ്പിയിലാക്കി വെക്കലൊന്നുമില്ല. സ്റ്റോർ റൂമിൽ ഇങ്ങനത്തെ കുറച്ച് ടിന്നാളുണ്ട്. അപ്പോൾ ഇക്കണ്ട് എടുത്ത് വെക്കലാണ്. നാളെ നമ്മൾ എടുത്ത് വെച്ചില്ലേ മീനിൻ്റെ തലയും വാലൊക്കെ, അതൊക്കെ എടുത്തൊന്ന് ചാറും വെക്കട്ടെ. പുട്ടും ചുടട്ടെ. എന്നാൽ പിന്നെ ചോറുക്കും കടിക്കും ഒക്കെ ആ ഒരു ചാറ് മതിയെന്ന് വിചാരിച്ചു. പുട്ടുപൊടി ആകുമ്പോൾ പിന്നെ അതിക്ക് കുറച്ച് തോനെ വെള്ളം പാർന്നിക്കാണ്ട് അതാണ് മാറ്റി വെച്ചാൽ അതവിടെ കിടന്ന് ഉതിർന്നോളും. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ആദ്യം കറി ആയിട്ട് ഉണ്ടാക്കുക. എന്നാൽ പിന്നെ കടി ആയ ഒരു സമാധാനമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ആദ്യം കറി ഉണ്ടാക്കിയിട്ട് വെക്കും. അപ്പോൾ മീൻകറിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് ഇവിടെ. ചതച്ച് വെച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചതച്ച് വെക്കണ ശീലമുള്ള ഒരാളൊന്നല്ല. അത് ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് എളുപ്പമായി. കരിവേപ്പിൻ്റെ ഇലക്കൊക്കെ ഭയങ്കര പഞ്ചാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് കുപ്പിയിലിട്ട് വെച്ചേക്കാണ്. കൊടമ്പുളി ഇട്ടുകാണ്ടാണ് മീൻകറി ഉണ്ടാക്കണത്. കൊടമ്പുളിയാണിത്. അത് വെള്ളത്തിലിട്ടത് വെച്ചും ചെയ്തേക്കണേ. പിന്നെ ഇതാണ് ഓണാക്കി വെക്കും കേട്ടോ. അത് കറി സ്വഭാവം ഓണാക്കി വെക്കും. അതവിടെ ഓണാക്കി വെച്ച് നമുക്ക് ചെല്ലും ചെയ്യാം. നമുക്ക് നമ്മളെ പണിയെടുക്കും ചെയ്യാം. അപ്പോൾ പിന്നെ ചെല്ലിന് അടിയിൽ കൂടെ ഒരു പണി ആയിക്കോളും. അതിൻ്റെ അടിയിൽ കൂടെ തന്നെ മീൻകറി ഇവിടെ അയക്കണേ. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടി അരച്ച് പാരണം. എന്നാലേ 2 നേരത്തിനെ ഒപ്പിച്ചാനായിട്ട് പറ്റുള്ളൂ. കോളിഫ്ലവർ ഇവിടെ കുട്ടികൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ പുട്ടിനെ ഇവിടെ ഉന്തി തള്ളിയിടുന്നുണ്ട്. പുട്ടാകുമ്പോൾ പിന്നെ കടിമ തന്നെ ഇങ്ങനെ കുത്തിറക്കണ്ടല്ലോ. വേറെയും പണി അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ എടുക്കാമല്ലോ അതവിടെ വെച്ചാൽ. അപ്പോൾ കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഉപ്പും തിളപ്പിച്ച വെള്ളം അവിടെ പാർന്നിക്കാണ്ട് അതൊരൊരുക്ക് നീക്കി വെച്ചിക്കാണ്ട് പുട്ട് നേരത്തന്നെ നീച്ച് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓന് പുട്ടും പഞ്ചസാര ഇട്ടുകാണ്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ നേരത്തെ പണി അയച്ചണമെന്നുള്ള ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടില്ലേ ആയത് ഇങ്ങനെ മോറി വെക്കണേ. ഇതൊന്നും എന്നൊന്നും ചെയ്യലൊന്നുമില്ല. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ആയലാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ വെറും മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് കാണാൻ പൊരിച്ചെടുക്കേക്കാരട്ടോ. അന്നിപ്പോൾ കുറച്ച് പണി എടുക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ചതച്ചതും കോൺഫ്ലവറും ചിക്കൻ മസാലയും ഒക്കെ പാടെ ഇട്ട് കാണ്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്പി കൊയമ്പിയോണ്ട് വെക്കുന്നുണ്ട്. ഒരു മുട്ടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ അതിൽ പിടിച്ചാൻ വേണ്ടിയിട്ട്. സോന് പറഞ്ഞു നിങ്ങൾക്ക് എന്നും ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ എന്നും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നും നമ്മൾ ഒരേ മാതിരി അല്ലല്ലോ, പല രീതിയിലേക്കാരട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മൈൻഡാണ്. അപ്പോൾ വേഗം ഇനി ചോറിനും തീ ഇപ്പം തന്നെ പിടിപ്പിച്ചാൽ മറ്റേത് കുട്ടികൾ പോയിട്ടാണ് ഞാൻ ചോറൊക്കെ തീമിടല്. ഇന്നിപ്പോൾ നേരത്തെ തന്നെ ചോറൊക്കെയാണ് തീമിട്ട് വെക്കുന്നുണ്ട്. വേഗമാണ് കത്തി പിടിച്ചോട്ടെ എന്നല്ലിയിട്ട് കുറച്ച് മണ്ണെണ്ണയാണ് പാർന്നു കൊടുത്തുകാണ്ട് തീജാണ് കൂട്ടിക്കാണ്ട് അവിടെ വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിറകൊന്നും ഞാൻ അടുപ്പിൻ്റെ ഒട്ടൊന്നും കൊടുന്നക്കലില്ല കേട്ടോ. അതപ്പോൾ അപ്പം കത്തിച്ചാൽ മാത്രം അപ്പം അവിടെ എടുത്ത് കൊടുന്നൊക്കുള്ളൂ. അത് ഞാൻ ഇതിൻ്റെ ചോട്ടിടണേ എനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ചോട്ടിടലില്ല. തീജുടിപ്പിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് വന്ന് പാളിയൊക്കെ കഴിഞ്ഞാൽ അതിനെ മെയിൻ്റില്ല. അതിനും നമ്മളെ വലിയ മെയിൻ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മെയിൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നലെ കൊടുന്ന മീനേനു അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുക്കാണ്ട് വെള്ളം പാർന്നവിടെ വെക്കുന്നുണ്ട്. എല്ലാതും പാടെ ഇതിൻ്റെ അടിയിൽ കൂടെ കയ്യട്ടെ എന്ന് വിചാരിച്ചാൽ കായം പറ്റിയുടെ വെച്ചാൽ ആവുമ്പോൾ പൊരിച്ചാലോ. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കാഞ്ഞുണ്ട്. നമ്മൾ അരി ഇവിടെ കേൾക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ദിവസം ഞമ്മക്ക് തന്നെ നല്ലൊരു മൂഡായിക്കാരം, നല്ലൊരു എനർജി ആയിക്കാരല്ലേ. ഇന്ന് ആ ഒരു എനർജി ഉള്ള ദിവസമാണ്. ഈ എനർജി എന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിനൊന്ന് ഞാനും വിചാരിച്ചിട്ടാ. ലിനുമോക്ക് പിന്നെ സ്കൂൾക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്ന് പട്ടാണ് ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഞാനത് സോനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓനത് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് അയക്കണമെന്ന് വന്ന് നോക്കുന്നുണ്ട്. ഓളെ വണ്ടി അറ്റാൻ പോകുമ്പോഴത്തേന് ചോറ് ഊറ്റി വെക്കണം. അല്ല ഞാൻ പിന്നെ ചോറ്
പായസമാവട്ടാ. കാരണം ഞാൻ അവിടെ വണ്ടി ആയിട്ട് വയ്ക്കുന്നൊന്നും വരലില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് അയൽവാസികളൊക്കെ ഒന്ന് കണ്ട് മുണ്ടിയും വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴേ അയൽവാസികളെ കാണലും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓളെ പറഞ്ഞയച്ചുകാണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. ഇത് ഡെയിലി ഉള്ള വർത്താനം കേട്ടോ. ഇന്നിപ്പോൾ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇതിലേറെ ആളുണ്ടാവലുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എന്താ പറയലെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചലാണ് കേട്ടോ. ഔത്തുക്കണ് കയറിയാൽ പിന്നെ ആരെയും കാണൂലല്ലോ. കണ്ടില്ലേ, കുട്ടികൾ സ്കൂൾക്ക് പോയാൽ പിന്നെ വലിയ പൂരപ്പറമ്പുക്കും ചെന്ന മാതിരിയാണ് നമ്മളെ പെരൻ്റെ ഉള്ളിക്കണ് കയറി വന്നാൽ. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നിൽക്കണേ. അപ്പോൾ ഇതാ ഒരു തലക്കെന്ന് തുടങ്ങിക്കണു നുള്ളിപ്പെറുക്കൽ. അകം തുടക്കാൻ ഒരു പണിയില്ല കേട്ടോ. അകം തുടക്കാനല്ല കേട്ടോ പണി. ഇതൊക്കെ പാടൊന്ന് വജ്ജാക്കി ഉണ്ടാക്കാനാണ് പണി. അപ്പോൾ അതാ ഓരോന്നും ഓരോരോ റൂമുക്ക് അങ്ങനെ അതിൻ്റേതായ സ്ഥാനത്തേക്കാണ് വണ്ടിയാണ് കൊണ്ടുവെക്കണേ. ഇതിപ്പോൾ എടുത്തോടുത്ത് അപ്പം തന്നെ വെച്ചാൽ പോലെ എന്നാൽ അപ്പോൾ ഈ പണിയില്ലല്ലോ നിങ്ങൾ വിചാരിച്ചുണ്ടാവും. പക്ഷെ ആരും വെക്കൂല. അതിന് ഞാൻ തന്നെ ചെല്ലണം. എൻ്റെ കൈ അവിടേക്കൊണ്ട് എത്തിയെങ്കിൽ അത് എത്തണോടത്ത് എത്തുള്ളൂ. അതല്ല ചിങ്ങി അവിടെ ഇട്ടോടുത്ത് അവിടെ ഇടൂട്ടാ. അപ്പോൾ എൻ്റെ കൈ എത്താപ്പോൾ ചീയൊരു നേരം ഉള്ളതിന് നിങ്ങൾ കണ്ടില്ലേ, നേരം വെളുത്തപ്പോഴേ ഇരുന്നിട്ടില്ലല്ലോ. ഈ കുട്ടികൾ അതും ഇതൊക്കെ കൊണ്ടുവച്ച് തിന്നിട്ട് എറുമ്പാളാണ് കേട്ടോ ചണ്ടിനെക്കാട്ടിയും കൂടുതലുള്ളത്. ഇതൊക്കെ ഒന്ന് എടുത്തുവെച്ചതൊന്ന് അടിച്ചേരിട്ടാൽ തന്നെ ഏറെയും വൃത്തിയായിട്ടാ. പിന്നെ ഇപ്പോൾ തുടച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നും. അത്ര വൃത്തിയാണ് കേട്ടോ. അടിച്ചേരി നന്നാക്കിയാണ് ഇട്ടാലേ. ഇന്നിപ്പോൾ രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് മിറ്റടിച്ച് തരാൻ പോയിട്ടില്ല കേട്ടോ. നേരം വൈകിയാൽ പിന്നെ ആ മിറ്റടിച്ചേരലിനൊരു ഇത് കിട്ടൂല, ഉഷാറ് കിട്ടൂല കേട്ടോ. അപ്പോൾ പിന്നെ മിറ്റടിച്ചേരലൊന്നും ചെയ്തിട്ടില്ല. ടുട്ടുവിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അല്ലേ പണിക്കും. അപ്പോൾ ഇതൊക്കെ അതായി വിരിച്ച് റെഡിയാക്കിയതൊക്കെ ഇപ്പോൾ കേടെടുത്തു കേട്ടോ. ഓനെ എല്ലായിടത്തും ഓൻ വണ്ടി ചെന്നുണ്ടാവും. ഉറങ്ങിയാലേ ഇപ്പോൾ ശരിക്കും വിരിച്ചിട്ടാൽ അവിടെ നിൽക്കുള്ളൂ. കണ്ടില്ലേ, ഞാൻ വിരിച്ചിനടിയിൽ കൂടെ ബെഡിലൊന്ന് കിടക്കലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓനെടുത്തിട്ട് കണ്ട് പിന്നെ അത് വിരിച്ചിടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ വിരിച്ചിട്ടാൽ അതേപോലെ കിടക്കണം കേട്ടോ. അതല്ലെങ്കിൽ എനിക്ക് എളുപ്പം ഈറടിച്ചു. അവൊക്കെ തട്ടിക്കൊട്ടി എടുത്തുവെച്ച് തിരുമ്പാനുള്ളതൊക്കെ ആയിട്ടാണ് വന്നിക്കണ്. അതൊക്കെ മെഷീൻക്ക് ഇട്ടുവെച്ച് കണ്ടാണ് അവൻ തുടക്കാനൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മെഷീൻക്ക് ഇട്ടക്കലും ആദ്യം കുറച്ച് ഉണ്ടായിരുന്ന മെഷീനിൽ അതൊരു തല ഉണക്കിക്കാണ്ട് ഇതാ അവിടെ തോരട്ടിക്കണമെന്ന്. ഇപ്പോൾ മഴയായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇതാ സീറ്റിൻ്റെ ഒട്ടാണ് ഇട്ടേക്കണത്. അടുക്കള ഭാഗത്തൊരു സീറ്റുണ്ട്, അവിടെയാണ് ഇട്ടേക്കണത്. ഇനി വേഗമാണ് തുടച്ചെടുക്കും കൂടി ചെയ്യട്ടെ. ഇന്നിപ്പോൾ കാര്യമായിട്ട് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആ ചോറ് ഇവിടെ വെച്ചേക്കണു. രാവിലെ നമ്മൾ ഉണ്ടാക്കിയ മീൻകറി ഉണ്ടല്ലോ അതും ഉണ്ട്. പിന്നെ മീൻ കായം പറ്റി വെച്ചേക്കണു. ഇനി അതൊന്ന് പൊരിച്ചും വേണം. അതിനിപ്പോൾ തുടച്ച് അടുക്കളയിൽ കണ്ടെത്തുമ്പോഴാണ് അവിടെ പൊരിയും നടക്കും തുടക്കലും നടക്കും. അങ്ങനെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാക്സി തന്നെ ഇട്ട കൂടുതലും ഇടലേ, ചുരിദാറൊന്നും ഇടലില്ല. ഇന്നിപ്പോൾ മാക്സി ഒന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതാ ചുരിദാർ ഇട്ടേക്കണം. എനിക്കാണെങ്കിൽ ഒരു ചെറിയ നനവുള്ളതും കൂടി ഇടാനും വെച്ച. അപ്പോൾ അതൊക്കെ ഒന്ന് എളുപ്പം ഉണങ്ങിക്കോട്ടെ എന്നല്ലേ എല്ലായിടത്തും ഫാൻ ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് ഇത് അടുക്കളയ്ക്ക് എത്തിയപ്പോൾ നമ്മൾ മീനും പൊരിച്ചാനിട്ട് വെച്ചേക്കണം. കണ്ടില്ലേ, നേരം 11:45 എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വിട്ടാ. എനിക്കിപ്പോൾ എന്നും ഇങ്ങനെ തന്നെ എടുത്തൂടേന്ന് ഞാൻ എന്നോട് തന്നെ അങ്ങനെ ചോദിക്കേനു കേട്ടോ. എനിക്കിപ്പോൾ എന്നും ഇങ്ങനെ എടുത്തൂടേന്ന്. ഇനി നമ്മളെ ടുട്ടുവിനെയും കൂടി ഒന്ന് കുളിപ്പിച്ചുകാണ്ട് കഞ്ഞി കൊടുക്കണം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു കുളിച്ചാൽ കുളിമുറിക്ക് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓൻ എന്നോട് പറയാം ഞാൻ ഉമ്മച്ചി വീഡിയോ എടുത്തോന്നേ. അപ്പോൾ ഓനത് പറഞ്ഞ സ്ഥിതിക്ക് ഓനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്നല്ല ഇന്ന് വേഗം വെള്ളം പറഞ്ഞൂടെ എന്ന് പറഞ്ഞേനു. അപ്പം എന്നോട് ചോദിക്കുക എടുത്തക്കണോ കിട്ടിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതാ ഓന് കഞ്ഞി എടുക്കട്ടെ. രാവിലെ കുട്ടികൾക്ക് പൊരിച്ച കോളിഫ്ലവറും മീൻ പൊരിച്ചതും കൂട്ടി ഓന് കഞ്ഞി കൊടുത്തേക്കണം. ഞാനാണ് കൊടുത്തേക്കണം കേട്ടോ. വീഡിയോക്കും വേണ്ടി ഓൻ ഒരു സ്പൂണ് കുടിച്ചു എന്നുള്ളൂ. അപ്പോൾ അതാ എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഞാനും ചോറ് കഴിക്കട്ടെ. ഇന്നെന്താ അറിയില്ല ഭയങ്കര പഴിച്ചത് കണ്ണ് കാണാത്തൊരവസ്ഥ. അപ്പോൾ അതാ വേഗം ചോറുന്നൽ കഴിഞ്ഞത് വൈകുന്നേരത്തെ ചായയാണ്, പ്രത്യേകിച്ച് കടിയൊന്നുമില്ല. പിന്നെ ഇതാ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കാണുന്ന ഓർത്താണ് നിങ്ങൾ കാണുന്നത്. അതും കഴിഞ്ഞ് ഇതാ രാത്രിക്കത്തെ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. നിൻമോൾ ഉപ്പച്ചിൻ്റെ കൂടെ ഒന്ന് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാണ്ട് വീട്ടിലുണ്ട് കുറച്ച് ഫ്രൂട്ട്സ്, അതുകൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഓളങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്ന് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോനു ഉണ്ടാക്കണ ആള്. ഇന്നിപ്പോൾ രാത്രി ആരും ചോറൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും ഇതായി ഒരു ഫ്രൂട്ട് സലാഡ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളുമ്മാർക്ക് കുട്ടികൾ എല്ലാവരും ഇല്ല പിന്നെ അതന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ മോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേനു കേട്ടോ. അപ്പോൾ എൻ്റെ മാപ്പിള പറഞ്ഞു മോനൂസ് വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.